പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി നാട്ടുപോരാട്ടത്തിലേക്ക് സ്വാഗതം. PK ജയലക്ഷ്മിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. KPCC ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ PK ജയലക്ഷ്മിയോടൊത്ത് അവരുമായി നമുക്ക് സംവദിക്കാം. രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ച്, തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളെക്കുറിച്ച്. നമസ്കാരം മാഡം. ഇപ്പോൾ നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മറ്റ് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരാൻ കിടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുറച്ച് മുമ്പാണ് ആണ് ഏറ്റവും റീസെൻ്റായിട്ടാണ് നടന്നത്. പക്ഷേ നമ്മളുടെ ഈ ഒരു ജനാധിപത്യ ക്രമത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കൂടുതൽ ഉത്സാഹഭരിതമാണ്, ഒരു ആഘോഷമാണ്, ഒരു ഉത്സവമാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും പ്രത്യേകിച്ചും ഏറെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. കാരണം ഗ്രാമങ്ങളിലെ ഇപ്പോൾ ഓരോ സ്ഥാനം, ഇപ്പോൾ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഓരോ സ്ഥാനാർത്ഥി നേരിട്ട് ഓരോ വീടുകളിലും നേരിട്ട് ചെന്ന് വോട്ട് ചോദിക്കുക എന്നൊരു ഒരു ആഘോഷം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കോവിഡിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് സ്ഥാനാർത്ഥിക്ക് പോലും നമ്മൾ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒരു 10-25 പേരോളം ഒരുമിച്ച് നിന്ന് വളരെ ആഘോഷപരമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ പോകുന്നതെങ്കിൽ ഇന്ന് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. കാരണം കോവിഡിൻ്റെ ഒരു വിഷയമുള്ളതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ സ്ഥാനാർത്ഥിക്ക് വോട്ട് പോലും ചോദിക്കാൻ. എങ്ങനെയാണ് മറികടക്കുന്നത് പരിമിതി? അതിൻ്റെ നമ്മൾ പ്രധാനമായിട്ട് നമ്മളിത് കോവിഡിൻ്റെ പ്രോട്ടോകോൾ പാലിക്കുക എന്നതാണ്. അത് പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് പരമാവധി നമ്മുടെ സ്ഥാനാർത്ഥികളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. കാരണം നമ്മളെ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇത്രയേറെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും താഴെ മുതൽ മേലെ വരെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു നല്ല പ്രവർത്തനം എല്ലാ ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നു എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഒരു കാര്യം, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ CPM എന്ന് പറയുന്ന ഒരു കാഡർ പാർട്ടിയാണ്. ഈ കാഡർ സ്വഭാവം ഇല്ലാത്ത പാർട്ടികൾക്ക് ഇതേ രീതിയിൽ ഈ വിവരങ്ങൾ അവിടെ എത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്. നേരെ മറിച്ച് അപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ വലിയ നേതാക്കൾ വരികയും അവരുടെ പ്രസംഗത്തിൽ ആളുകൾ കൂടുകയും ഒരു ക്യാമ്പയിനർ ഉണ്ടാവുകയായിരുന്നു. അപ്പം അതും കൂടി ഇല്ലാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് കോൺഗ്രസിനെ പോലെയുള്ള ഒരു ഈ സംഘടനാ സംവിധാനം വളരെ ശക്തമല്ലാത്ത പാർട്ടികൾക്ക് ഇത് നേരിടാൻ കഴിയുക? ഇല്ല, കോൺഗ്രസിന് സംഘടനാ സംവിധാനമൊക്കെ ഉണ്ട്, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. നമുക്കതിന് വാർഡ് തലത്തിൽ വാർഡ് പ്രസിഡന്റ് മുതൽ മേലെ വരെ ഉള്ള ആളുകളുണ്ട്. വാർഡ് പ്രസിഡന്റ്, മണ്ഡലം ഭാരവാഹികൾ, അതുപോലെ ബ്ലോക്ക്, ജില്ല, എല്ലാ ഇതും ഉണ്ട്. അവരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ചും ഒരു വാർഡ് തലത്തിൽ തന്നെ നമുക്കൊരു നല്ല കമ്മിറ്റിയുണ്ട് UDFൻ്റെ. അതുകൊണ്ട് നമുക്ക് ആ പ്രശ്നം ഉള്ളൂ. നമുക്ക് ധൈര്യമായിട്ട് ആത്മവിശ്വാസമുണ്ട്. കാരണം നമ്മൾ തെരഞ്ഞെടുപ്പിൽ നമ്മളെപ്പോഴും ആത്മവിശ്വാസം ഇല്ലാണ്ട് തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പറ്റില്ലല്ലോ. നമ്മൾ ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുക. കാരണം നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിൽ, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചതിന് ശേഷം ഒരു വലിയ ചലനം ഈ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയുണ്ട് UDFനെ സംബന്ധിച്ച്. പക്ഷേ എനിക്ക് പറയാനുള്ള എന്തെങ്കിലും, ഇപ്പോൾ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവേണ്ടിയിരുന്ന സാധ്യത ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരാൾ, അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കുകയും നമ്മളെ ഈ മണ്ഡലം എന്നുള്ള നിലയിൽ പിന്തള്ളപ്പെട്ടു പോകുന്ന പറഞ്ഞൊരു ആരോപണമുണ്ട്. അതെന്താ? അങ്ങനെയൊന്നുമില്ല. അല്ല, രാഹുലിന്റെ വരവ് സത്യത്തിൽ സ്ഥിരമായി സാന്നിധ്യം ഉണ്ടാവേണ്ട MP ഇല്ലാതായി പോകുന്നല്ലേ പറയുന്നു? ഇല്ല, രാഹുൽ ഗാന്ധി നേരിട്ട് ഇവിടെ കഴിഞ്ഞ മാസം പോലും രാഹുൽ ഗാന്ധി വന്നിട്ട് പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. 2 പ്രളയം ഉണ്ടായപ്പോഴും ആ പ്രളയ സമയത്തൊക്കെ എല്ലാ കാലം ഓടിയെത്തുകയും എല്ലാ സഹായങ്ങളും ചെയ്തു. ഒരു ഭരണകൂടത്തിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പ്രളയ സമയത്താണെങ്കിലും ഈ കോവിഡ് കാലത്താണെങ്കിൽ പോലും ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം നേരിട്ട് താഴെ തട്ടിൽ വരെയുള്ള ആളുകളെ സഹായിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഇതിനെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നമുക്കറിയാം, ഈ കോവിഡ് കാലത്ത് ഒത്തിരിയേറെ ആളുകൾ, നമ്മുടെ വയനാട്ടിലുള്ള ആളുകൾ പല സ്റ്റേറ്റിലും പല രാജ്യങ്ങളിലൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാനൊക്കെ എത്രയോ കേസുകൾ ഇടപെട്ട ആളുകളാണ്. അപ്പോഴൊക്കെ നമുക്കൊക്കെ നല്ലൊരു ആത്മവിശ്വാസം. അദ്ദേഹം നമ്മൾ ആ ഓഫീസുമായി കോണ്ടാക്ട് ചെയ്യും തന്നെ അദ്ദേഹം കൃത്യമായിട്ട് ആ ഇടപെടൽ നടത്തി നമ്മൾ എത്രയോ ആളുകളെ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പഞ്ചാബിൽ നമ്മൾ കേരളത്തിലെ ഒരു 10-35 വിദ്യാർത്ഥികൾ കുടുങ്ങിയതായിട്ട് അവരെ
വിളിച്ചു പറഞ്ഞു. അപ്പം അവർ എന്നെ വിളിച്ചു. അപ്പം ഞാൻ അന്നേരം തന്നെ ഡൽഹിയിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പിന്നെ അവരുടെ മുഴുവൻ ഡീറ്റെയിൽസ് അടക്കം അയച്ചു കൊടുത്തപ്പോൾ അവർ ഓഫീസ് മുഖേന നേരിട്ട് ബന്ധപ്പെട്ട് അവരെ മുഴുവൻ 35 വിദ്യാർത്ഥിനികളും അവർ കേരളത്തിലെത്തിച്ചു. മുഴുവൻ ചെലവും രാഹുൽ ഗാന്ധി വഹിച്ചു. മുഴുവൻ ചെലവും രാഹുൽ ഗാന്ധി ഓഫീസാണ് വഹിച്ചത്. മുഴുവൻ കുട്ടികൾ ഇവിടെ വരികയും എന്നെ വിളിച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി കേസുകൾ, മറ്റു സംസ്ഥാനങ്ങൾ കുടുങ്ങിയ ആളുകളെ, അങ്ങനെ എത്രയോ കേസുകളിൽ ഇടപെട്ടുകൊണ്ട് നമ്മൾ ഏതെങ്കിലും വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അത് പ്രത്യേക ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു പോകുന്ന ഒരു എം പിയാണ് നമ്മുടെ പ്രിയപ്പെട്ട എം പി രാഹുൽ ഗാന്ധി. അല്ല, ഞാൻ എന്താ പറഞ്ഞറിയാം, സാധാരണ നമ്മളുടെ ഒരു രീതി അനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളുടെ MP MLA എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും പിന്നെ സ്പർശിക്കാൻ പറ്റുന്ന ആളാണ്, നമുക്ക് എല്ലാം നിരന്തരം കാണുന്ന ആളുകളാണ് ഉണ്ടാവാറ്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ് ഇത്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും പ്രാപ്യമായിട്ടുള്ള ഒരു MP ആണോ രാഹുൽ ഗാന്ധി? തീർച്ചയായിട്ടും അതിലൊന്നും തർക്കുകയില്ല. കാരണം ഞങ്ങൾ പറയല്ലോ, ഓരോരുത്തർക്കും ഇപ്പം രാഹുൽ ഗാന്ധി വരുമ്പോൾ ഇവിടെ പിന്നെ കഴിഞ്ഞ മാസം തന്നെ വന്നിട്ട് ഒത്തിരി ആളുകൾക്ക് രാഹുൽ ഗാന്ധിയെ കാണാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം, ഓരോ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് ഉന്നയിക്കപ്പെടുന്നത് പ്രാദേശിക വിഷയങ്ങൾ മാത്രമല്ല. ഇപ്പോൾ കേരളം പോലുള്ളൊരു പൊളിറ്റിക്കലി സെൻസിറ്റീവായിട്ടുള്ളൊരു സ്ഥലത്ത് പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾ വരാം. ഇപ്പോൾ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രോബ്ലംസാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ആരോപണങ്ങൾ വരുന്നു, സ്വർണ്ണക്കടത്തിനെ കുറിച്ച്, ലൈഫ് മിഷൻ അഴിമതി, അങ്ങനെ നിരവധി സംഭവം. അപ്പം ഇതൊക്കെ നിങ്ങൾ വോട്ടർമാരോട് പറയുന്നുണ്ടോ? അതൊരു വിഷയമാണോ ഈ തെരഞ്ഞെടുപ്പിൽ? ഇതൊക്കെ വിഷയം തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. കാരണം ഇതിപ്പോൾ ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും എല്ലാവരും ഈ ഒരു എന്താ പറയുക, എല്ലാവർക്കും അറിയാം എന്താണ് ഇപ്പോൾ ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കത് വോട്ടർമാരോട് നമ്മൾ പറയേണ്ട കാര്യം തന്നെയില്ല. പലപ്പോഴും ഞാനൊക്കെ പല സ്ഥലങ്ങളിലും പല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു അനുകൂലമായൊരു UDFനെ സംബന്ധിച്ച് ഒരു അനുകൂലമായ സാഹചര്യമാണ്. ഇത് തീർച്ചയായിട്ടും കഴിഞ്ഞ 2015 പ്രത്യേകിച്ച് വയനാട് ജില്ല പോലുള്ള ജില്ലയിൽ നമുക്ക് ഒത്തിരി പഞ്ചായത്തുകൾ അന്ന് UDFന് നഷ്ടപ്പെടും. അതൊക്കെ തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അതിനുള്ളൊരു നല്ല രാഷ്ട്രീയ സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നല്ല അനുകൂല സാഹചര്യം നമുക്കുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് UDFന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ ഇന്ന് ആലോചിച്ചു, ഇപ്പോൾ ഈ പിന്നെ വയനാട്ടിലെ ട്രൈബാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ ഒരിക്കലും അവരുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാറില്ല. പല ഗവൺമെൻറ്റുകൾ വരുന്നു, മാഡം മന്ത്രിയായിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ അവരുടെ ഈ പിന്നെ പ്രവർത്തനത്തിൽ അവർ വലിയ മികവ് കൈവരിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പം പാലക്കാട് ഉണ്ടായിട്ടുള്ള വാളയാറിലെ പെൺകുട്ടികളുടെ ഒരു വിഷയമൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ തോതിൽ വിമർശനാത്മകമായിട്ട് വിലയിരുത്തുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒറ്റ കാര്യം ചെയ്യുക, ഈ 5 വർഷം ട്രൈബലായ ആളുകൾക്ക് നമ്മളെ 2 പ്രളയത്തിനും സാക്ഷ്യം വഹിച്ചവരാണ് കേരളത്തിലെ ജനങ്ങളെ. പ്രത്യേകിച്ചും ഈ 5 വർഷം ഒരു വീട് പോലും, എത്രയോ വീടുകൾ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ആദിവാസികളടക്കമുള്ള ആളുകൾ ഇപ്പോഴും എന്താ പറയുക, വീടില്ലാതെ വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു പുതിയ വീട് പോലും കൊടുക്കാൻ ഇതുവരെ ഈ ഗവൺമെൻറ് സാധിച്ചിട്ടില്ല. ലൈഫ് പദ്ധതി തുടങ്ങിയെന്ന് പറഞ്ഞതല്ല പോലും നമ്മൾ ട്രൈബൽ മേഖലയായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഒരു വീട് പോലും അവർക്ക് പുതുതായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല. അവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ്. നമ്മൾ ഓരോ വർഷം കൂടുമ്പോൾ നമ്മൾ പുതിയ കുടുംബങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു പദ്ധതി ഇവിടെ നടക്കണില്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു ഉദാഹരണം പറയും. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് നമുക്കറിയാം അരിവാൾ രോഗത്തിൽപ്പെട്ട ഒരു സരസ്വതി ചക്ക അതിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രവർത്തിച്ച വ്യക്തികളാണ്. അവരൊക്കെ എൻ്റെ അടുത്ത് പല പ്രാവശ്യം അത് ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ അതനുസരിച്ച് അവർക്ക് ഞാനാണ് തുടക്കത്തിൽ സിക്കിൾ സെൽ അനീമിയ ബാധിച്ച അവർക്ക് വേണ്ടി 2000 രൂപ എല്ലാ മാസവും പെൻഷൻ അടക്കം കൊടുക്കാൻ തീരുമാനിച്ചു. അത് നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ അതിന് അതുകൂടാതെ തന്നെ അവർക്കുള്ള ഭക്ഷ്യ കിറ്റ് അടക്കം ആരോഗ്യ വകുപ്പ് മുഖേന നമ്മളത് ചെയ്യുന്നു. പക്ഷേ അത് ഇന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നമ്മളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ചിലപ്പോൾ പെൻഷൻ കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ ഇത് ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് തിരുനെല്ലി പോയപ്പോൾ പല ആളുകളും എൻ്റെ ശ്രദ്ധപ്പെടുത്തും. ഞങ്ങൾക്ക് അന്ന് കിട്ടുന്ന ഇതും ആനുകൂല്യങ്ങളും ഇപ്പോൾ പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ച് വളരെ വേദന
അനുഭവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും അവർക്കൊരു ജോലി ചെയ്യാൻ പറ്റില്ല, വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് താങ്ങും തണലുമായിരുന്നു ഇത്തരത്തിലുള്ള പദ്ധതി. അതൊക്കെ ഇപ്പം നിലച്ച മട്ടാണുള്ളത്. അങ്ങനെ പലതരത്തിലും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ചും പട്ടികവർഗ മേഖലയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് ഞാൻ പറയേണ്ട, നിങ്ങൾക്ക് തന്നെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഏറ്റവും ഉദാഹരണം ഞാൻ പറയാം. കൈതക്കൊല്ലി ആ പ്രദേശത്ത് മാനന്തവാടിയിലെ തവിഞ്ഞാൽ പഞ്ചായത്തിലെ കൈതക്കൊല്ലി ഏറ്റവും കൂടുതൽ ട്രൈബ്സ് താമസിക്കുന്ന ഒരു ഏരിയയാണ് അത്. 2 പ്രളയത്തിൽ അവിടുത്തെ പാലമടക്കം തകർന്നു പോയിട്ട് ഇതുവരെ ഒരു ഫണ്ട് പോലും ഗവൺമെൻറ് വെക്കാൻ സാധിച്ചിട്ടില്ല. അതൊരു കാരണം 2 പ്രളയം എന്ന് പറഞ്ഞാൽ 2018 നിന്നും 2019 ഈ 2 പ്രളയത്തിൽ ഇപ്പോഴും ആളുകൾ മരത്തടി വെച്ചിട്ടാണ് അതിൽ പോകുന്നത്. എത്ര 100 കണക്കിന് ട്രൈബ്സ് ഉള്ള ഒരു ഏരിയയും കൂടിയാണത്. പക്ഷെ അവിടെയൊന്നും വേണ്ടത്ര ശ്രദ്ധ ചെലുത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം പഞ്ചാരക്കൊല്ലി ഒരു ആ ഭാഗത്തുള്ള ഒരു ട്രൈബലിൻ്റെ അവരുടെ സ്ഥലം മുഴുവനുമായിട്ട് പിന്നെ മണ്ണിടിഞ്ഞ് വയലടക്കം മൂടിയ ഒരു സാഹചര്യമുണ്ടായിട്ട് അവിടെ പോലും എല്ലാം ഞാൻ പറയുന്നില്ല, ചില ഈ പ്രളയത്തിൽ തകർന്ന കേസുകൾക്ക് പോലും യാതൊരു പരിഗണന ആ പ്രദേശങ്ങളിലൊന്നും ലഭിച്ചിട്ടില്ല. ഞാൻ പല സ്ഥലങ്ങളിലും പോകുന്നവർ നമുക്കറിയാം, ഗവൺമെൻറ് പറഞ്ഞു പ്രളയ സമയത്ത് അടിയന്തര സഹായമായിട്ട് ഞങ്ങൾ 10,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. ആ 10,000 രൂപ അർഹതപ്പെട്ട ആളുകൾക്ക് പോലും കിട്ടിയില്ല. എത്രയോ ആളുകൾ ഇപ്പോഴും ആ 10,000 രൂപ കിട്ടാതെ നമ്മൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് പല ഭാഗങ്ങളിലും പോകുമ്പോൾ അവിടുത്തെ ആളുകൾ തന്നെ ഞങ്ങളുടെ പ്രളയത്തിൽ ഇന്ന് നശിച്ചു ഞങ്ങൾക്ക് ഗവൺമെൻറ് തരാൻ പറഞ്ഞ ഒരു 10,000 രൂപ പോലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന ഒരു ഇതാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഭവന നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ലൈഫ് മിഷൻ അവർ പറയുന്ന ഒരു സംഭവം. കൂടാതെ ഞാൻ പറഞ്ഞാൽ ഭൂവിതരണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് ആളുകൾക്ക് ഭൂമി കൊടുത്തു എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. എവിടെയാണ് അവർ ഭൂമി കൊടുത്തതിന് കൃത്യം ഞാൻ കഴിഞ്ഞ ഗവൺമെൻറ്റുള്ള കാലത്ത് എനിക്ക് കൃത്യമായിട്ടറിയാം. നമ്മൾ അന്ന് സുപ്രീം കോടതിൻ്റെ ഒരു വിധി പണ്ടത്തെ 2001 ഒരു വിധി ഉണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മൾ പാലക്കാട് അങ്ങനെ വയനാട് ജില്ലയിലടക്കമുള്ള നിലമ്പൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മളതിന് ഒരു 7 അംഗ ടീം വെച്ചിട്ട് അതിൽ നമുക്കറിയാം, ഇത് ഗീതാനന്ദനെ അറിയാലോ, അവരൊക്കെ ഇതിൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ജില്ലയിലെയും ട്രൈബൽ ലീഡേഴ്സ് വാസയോഗ്യമായ ഭൂമി ആണെന്ന് പരിശോധിച്ച് നമ്മൾ പിന്നെ ആ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് നമ്മൾ കുറേ ഭൂമി കൊടുക്കാനുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ കുറേയൊക്കെ നമ്മൾ പൂർത്തീകരിച്ചു. അന്ന് പിന്നെ പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി പാലക്കാട് ജില്ലയിൽ കുറേ പേർക്ക് അന്ന് കൊടുക്കുകയും ചെയ്തു. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രവർത്തനവുമായിട്ട് അതല്ലാതെ വേറെ കൊടുത്തതായിട്ട് അത് മുഴുവനായിട്ട് അത് കൊടുക്കാൻ പോലും ഈ 5 വർഷമായിട്ട് അവർക്ക് സാധിച്ചില്ല. അത് നമ്മൾ ഏകദേശം പിന്നെ പകുതി സ്റ്റേജിലേക്ക് വന്ന സംഭവങ്ങൾ. അതുപോലെ തുടർന്ന് പോയാൽ മതിയില്ല. അത് ഗവൺമെൻറ്റുകൾ മാറുമ്പോൾ പ്രത്യേകിച്ചും അത് പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങി വെച്ച കാര്യങ്ങൾ അത് പൂർത്തീകരിക്കേണ്ടത് വരുന്ന അടുത്ത ഗവൺമെൻറ്റാണ്. അത് ആരായാലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലും അവർക്ക് പൂർത്തീകരിക്കുന്നതിന് സാധിച്ചില്ല. ഇന്ന് ഈ പ്രളയത്തിൽ തന്നെ എത്രയോ ആളുകളുടെ വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ടു. അവർക്ക് പോലും ഒരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് ഒരു പാക്കേജ് പോലും കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ വാടകയിലെ പെൺകുട്ടികളുടെ ഒരു വിഷയം അറിയില്ല, അതിൽ പിന്നെ അത് വലിയ ആരോപണ വിധേയമായിട്ടുള്ളൊരു സംഭവമാണ്. അത് നിങ്ങൾ ശ്രദ്ധയില്ല, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഭയങ്കര ദുഃഖം തോന്നുകയാണത്. കാരണം ഒരു അമ്മ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു 2 പെൺകുഞ്ഞുങ്ങൾ അവർ തുടക്കത്തിൽ തന്നെ അതിൽ ഗവൺമെൻറ് ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും പിന്നെ ഇരയോടൊപ്പമാണ് നിൽക്കേണ്ടത്, അല്ലാണ്ട് പ്രതിയോടൊപ്പമല്ല. അവിടെ എന്താണ് നടന്നിരുന്നത്? ഗവൺമെൻറ് ആ കുടുംബത്തോടൊപ്പം നിന്ന് അവർക്ക് നീതി മേടിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. പക്ഷേ പ്രോസിക്യൂഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ അവർ ഗുരുതരമായ വീഴ്ച ആ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട്. അവർ നിയമിച്ച ഒരു പിന്നെ പ്രോസിക്യൂഷൻ ഉണ്ടല്ലോ ഗവൺമെൻറ്റിൻ്റെ, അവരെ പോലും കേസ് പ്രതികളിലേക്ക് എത്താൻ പോകുന്നെന്ന് അവരെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് പിന്നെ നമുക്കറിയാം CWCൻ്റെ ചെയർമാൻ അടക്കം അതിൽ ഇടപെട്ട ഒരു കേസാണ്. അതൊരിക്കലും പ്രത്യേകിച്ചും ഒരു ദളിത് വിഭാഗത്തോട് ഈ ഗവൺമെൻറ് ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. അവർക്ക് നീതി ലഭിക്കുന്നത് വരെയുള്ള പ്രവർത്തനവുമായിട്ട് UDF മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് അതിനൊരു ഉദാഹരണം പറയാം. 2 പിഞ്ചു കുട്ടികളെ കണ്ണൂർ എന്തെന്നാ പറയുക, മാക്കുനി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 2 ദളിത് പെൺകുട്ടികളെ പിന്നെ അവരുടെ വീട്ടിലുണ്ടായിരുന്നൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും അവിടുത്തെ CPMൻ്റെ ആളുകളുമായിട്ടൊരു അടി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ആ പെൺകുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് തലശ്ശേരിയിൽ പിഞ്ചു കുഞ്ഞിനെ പോലും
ജയിലിൽ കിടത്തിയ ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. കാരണം ദളിതരോട് നമ്മളെപ്പോഴും ദളിതരോടും പ്രത്യേകിച്ചും പിന്നോക്കം നിൽക്കുന്ന ട്രൈബലിനോട് ഒരു പ്രത്യേക ഒരു പരിഗണന പോലും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പോൾ വാളയാറിലും സംഭവിച്ചത്. നമുക്ക് അവർക്ക് നീതി ലഭിക്കണം. ആ നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാതെ പ്രതിയോടൊപ്പം പ്രതികൾക്ക് വേണ്ടിയിട്ട് ബാധിക്കുന്ന ഒരു CWCയുടെ ചെയർമാൻ അടക്കമാണ് അവിടെയുള്ളത്. അല്ല, കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പം ബാലാവകാശ കമ്മീഷനൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഇടപെട്ട വിഷയങ്ങളൊക്കെ അപ്പോൾ വളരെ സീരിയസ് അല്ലേ അവർ? എവിടെ സീരിയസ്? അവർ ആ സീരിയസ്നെസ് വാളയാറിൽ കാണിച്ചില്ലല്ലോ. വാളയാറിൽ ആ സീരിയസ്നെസ് അവർ കാണില്ല. അവർ നമുക്കറിയില്ല, ഒരു പിന്നോക്ക വിഭാഗത്തിലുള്ളൊരു കുടുംബമല്ലേ. അവരിപ്പം അവരുടെ അമ്മ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുകയാണ്. അപ്പോൾ അവരോടൊപ്പം ഗവൺമെൻറ് നിൽക്കണ്ടേ? ലാസ്റ്റ് എന്താ പറയുക, പിന്നെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തേണ്ടി വന്നില്ലേ ഗവൺമെൻറ് കുറച്ചുകൂടി ഇടപെടുന്നതിൽ വൈകിയതിൽ? അങ്ങനത്തെ ഒരു സാഹചര്യം അവർക്ക് എന്ത് വില കൊടുത്ത് പൊതുസമൂഹം അടക്കം ഈ കാര്യത്തിൽ ഇടപെടണം. അവർക്ക് നീതി ലഭ്യമാക്കുന്നുള്ളത് ഉറപ്പ് വരുത്തുകയും വേണം. ഇപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ പിന്നെ സംഘടനാ സംവിധാനം പിന്നെ വളരെ ഫലപ്രദമാണെന്ന് പറഞ്ഞു മാഡം. UDF വളരെ ശക്തമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് എപ്പോഴും ഒരു UDF അനുകൂല സ്ഥലമാണെന്നാണ് പറയുക. പക്ഷേ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചാണ് ഫലം ഉണ്ടാകുന്നത്. അല്ല, അങ്ങനെയാണല്ലോ ശരിക്കും നമുക്കറിയാം. വയനാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മണ്ഡലങ്ങളും നിരന്തരമായി ഇങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പം ഇതിൽ അത് തന്നെയാണോ ഇതിൽ ആവർത്തിക്കാൻ സാധ്യത? ഇല്ലില്ല, ഈ പ്രാവശ്യം UDF ശക്തമാണ്. ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും നമ്മളെ UDFൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. പക്ഷേ ഈ പിന്നെ യുവാക്കൾക്കൊന്നും പിന്നെ സീറ്റ് കിട്ടാത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളില്ലേ? ഇത് അതൊക്കെ വെറുതെ പറയുന്നതാണ്. യുവാക്കൾക്കൊക്കെ അർഹമായ പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട്. ഉദാഹരണം ഞാൻ പറയും, ഞങ്ങൾ പിന്നെ മാനന്തവാടി നിയോജകമണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റിനെ ഞങ്ങളെ മത്സരിപ്പിക്കുന്നത്. എത്രയോ വാർഡുകൾ യുവാക്കളുണ്ട്. അതൊക്കെ വെറുതെ ഒരു തെറ്റിദ്ധാരണ പരത്താണ്. യുവാക്കൾക്ക് അർഹമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് UDF നേരിടുന്നത്, മുന്നോട്ട് പോകുന്നത്. സ്ത്രീകൾ എന്നുള്ള നിലയ്ക്കും പരിഗണന കുറവല്ലേ? ഇപ്പോൾ ജനറൽ സീറ്റുകളിലൊന്നും സ്ത്രീകളെ മത്സരിക്കാൻ പോലും പരിഗണിക്കുന്നില്ലല്ലോ മാഡം. ഇപ്പോൾ അതും ഞാനതിന് പറയാം. നമുക്ക് സ്ത്രീകൾക്ക് 51% സ്ത്രീ സംവരണമുള്ളത്. അതിൽ ഭൂരിഭാഗം 51% സ്ത്രീകളാണല്ലോ ശരിക്കും ഇതിൽ വരുന്നത്. ത്രിതല പഞ്ചായത്തിൽ വരുന്നത്. പക്ഷെ ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കുന്ന വനിതകളുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പിന്നെ തവിഞ്ഞാൽ പഞ്ചായത്തിലെ 9ാം വാർഡിൽ നിന്ന് അവരൊരു പിന്നെ ജനറൽ സീറ്റിലേക്കാണ് അവിടെ വനിത മത്സരിക്കുന്നത്. അതൊക്കെ UDFിൽ അങ്ങനെയൊന്നുമില്ല. UDFിൽ കൃത്യമായിട്ട് അർഹതപ്പെട്ട ആളുകൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. ഇപ്പം പിന്നെ അതുപോലെ തന്നെ UDFിൻ്റെ കെട്ടുറപ്പിനൊക്കെ സംബന്ധിച്ച് വലിയ സംശയങ്ങളില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ടുള്ള കേരള കോൺഗ്രസ് M മാറിയതൊക്കെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കില്ലേ? അത് വയനാട്ടിലെ തെരഞ്ഞെടുപ്പിനൊന്നും അത് ബാധിക്കില്ല. അങ്ങനെ അവരത്ര ആളൊന്നും ഇല്ലല്ലേ ഇവിടെ? അങ്ങനെ ഇവിടുത്തെ UDF എന്ന് പറയുന്നത് വളരെ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ അങ്ങനെ ബാധിക്കില്ല. അത് എന്താണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ UDF ഒരു മുദ്രാവാക്യമായിട്ട് പറയുന്നത് എന്താണ്? ഇപ്പോൾ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ റോഡ് പിന്നെ യാത്രാ നിരോധനമായിട്ട് ബന്ധപ്പെട്ട്, റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട്, മെഡിക്കൽ കോളേജിൻ്റെ വിഷയം, ഇതിൽ എന്തൊക്കെയാണ് പിന്നെ നിങ്ങൾ ഈ ആളുകളുടെ മുന്നിൽ വെക്കുക? ഇല്ല, നമ്മൾ വയനാടിൻ്റെ സമഗ്ര വികസനം എന്നുള്ളൊരു ലക്ഷ്യമാണ് നമുക്കുള്ളത്. നമുക്കറിയാം, വയനാട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. നമ്മൾ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ്. കഴിഞ്ഞ നമ്മൾ UDF ഗവൺമെൻറ് കൊണ്ടുവന്ന മെഡിക്കൽ കോളേജ് പോലും ഇതുവരെ അതിൻ്റെ ഒരു പ്രവൃത്തി പോലും അവർക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം പിന്നെ ആരോഗ്യ മേഖലയിൽ ഇന്നും ഇപ്പം കോവിഡിൻ്റെ വിഷയമുണ്ട്. നമുക്ക് ജില്ലാ ഹോസ്പിറ്റൽ എടുത്തു നോക്കാം. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ജില്ലാ ഹോസ്പിറ്റലിൽ ഏകദേശം 45 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലും ഈ 5 വർഷമായിട്ട് പൂർത്തീകരിക്കുന്നതിന് ഗവൺമെൻറ്റിലുള്ള ഒരു കൃത്യമായ ഇടപെടലുകൾ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ ഒട്ടനവധി മറ്റൊരു വിഷയം വയനാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന നമുക്കറിയാം, ആരോഗ്യ മേഖലയോടൊപ്പം തന്നെ നമുക്ക് വന്യമൃഗശല്യം വയനാട് ജില്ലയിൽ രൂക്ഷമാണ്. കാരണം കൃഷിക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിരന്തരം ഓരോ ദിവസവും വാർത്തകൾ വരുമ്പോൾ നമുക്ക് പേടി തോന്നുകയാണ്. കൃഷി നശിപ്പിക്കുന്നതും പക്ഷേ പേടിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളിൽ പ്രത്യേക മുൻഗണന കൊടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് പോകുന്നുണ്ട്. ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് കുറേ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇനിയും ഒരുപാട് എല്ലാ മേഖലയിലും സമഗ്ര വികസനം എന്നുള്ളൊരു ലക്ഷ്യമാണ്
UDF സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയിലുള്ളത്. അല്ല, ഇപ്പോൾ ഇതിലിപ്പം ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ കുട്ടികളുടെ ഈ ട്രൈബൽ കുട്ടികളുടെ ഇടയിലുള്ള വിദ്യാഭ്യാസം ഇപ്പോഴും വലിയ പ്രശ്നമാണ്. അത് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കുണ്ടാവുന്നു. അങ്ങനെ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം പഠനമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും പരിഹരിക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നില്ല. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിലൊക്കെ വലിയ പങ്കുണ്ടായിരുന്നു. പക്ഷേ അവരും അത് നിർവഹിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതൊരു പോരായ്മയുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം കോവിഡിൻ്റെ ഒരു പ്രശ്നം വന്നതോടുകൂടി നമ്മൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അത് കുട്ടികളുടെ ഇടയിൽ പ്രത്യേകിച്ചും പിന്നെ TV ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ, ഇപ്പോൾ സ്മാർട്ട് ഫോൺ പോലും ഇല്ലാത്ത പല സെറ്റിൽമെൻറ്റുകളൊക്കെയുണ്ട്. ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ MP രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ 250 പരം സ്മാർട്ട് TVകൾ നമ്മൾ ഇതുപോലുള്ള സെറ്റിൽമെൻറ്റ് ഏരിയകൾ കൊടുത്ത്, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുറേയേറെ ഇടപെട്ടുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ടും പല ഭാഗത്തുമില്ല. അത് ഗവൺമെൻറ് കൃത്യമായി ഇടപെടേണ്ടതാണ്. കാരണം കുട്ടികളുടെ ഓൺലൈൻ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഈ പിന്നെ കോളനികളിൽ പ്രത്യേകിച്ച് പിന്നെ ഫോറസ്റ്റിനുള്ളിലാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്കൊരു നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുണ്ട്, കറണ്ടിൻ്റെ പ്രശ്നമുണ്ട്. വൈദ്യുതി ഉണ്ടെങ്കിൽ പോലും നെറ്റ്വർക്കിൻ്റെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, എൻ്റെ വീട്ടിൽ പോലും ഇപ്പം നെറ്റ്വർക്കിൻ്റെ വിഷയമുണ്ട്. നമുക്ക് ചില സമയത്ത് നമ്മളെ വിളിച്ചാൽ കിട്ടില്ല, കാരണം അത് നെറ്റ്വർക്കിൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് കുറച്ചുകൂടി ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ മേഖലയിൽ ഒരുക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്തിട്ടില്ല. അത് വലിയൊരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഭാവിയാണ് അത് ബാധിക്കുന്നത്. കൊടുക്കാറുണ്ട്. മേഡം, ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മൾ ഈ പിന്നെ ജില്ലാ ആശുപത്രിയാണ് വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ കേന്ദ്രം. അതെ അതെ. അത് ഈ മറ്റേ കോവിഡിൻ്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ള പലർക്കും അവിടുന്ന് ചികിത്സ കിട്ടാത്തൊക്കെ അവസരമുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് മറുഭാഗത്തുനിന്ന് വരുന്ന ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വിമർശനം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ് ഈ പറയുന്ന ജില്ലാ ആശുപത്രി. ഈ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്തിനാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ സാരഥ്യം എന്ന് പറയുന്നത് UDF അതിൻ്റെ ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ആരോപണമുണ്ട്. ഇല്ലില്ല, പിന്നെ കോവിഡിൻ്റെ ഹോസ്പിറ്റലാക്കി ജില്ലാ ഹോസ്പിറ്റലിൽ മാറ്റുമ്പോൾ അത് ഗവൺമെൻറ്റാണ് നേരിട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് ജില്ലാ പഞ്ചായത്തല്ല. നമുക്കറിയാം ഇവിടുത്തെ ജനങ്ങൾ സാധാരണക്കാരായ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ചികിത്സയ്ക്ക് നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലാണ്. അല്ലെങ്കിൽ അവർ പ്രത്യേക തരംതിരിച്ചുകൊണ്ട് പിന്നെ പ്രത്യേക സൗകര്യം ഒരുക്കേണ്ടതാണ്. നമുക്ക് ഈ പ്രൈവറ്റ് മേഖലയിലൊക്കെ പോയിട്ട് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള പിന്നെ ജില്ലയും കൂടിയാണ് വയനാട്, പ്രത്യേകിച്ചും വടക്കേ വയനാട്. പക്ഷെ അവർക്കൊക്കെ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ തേടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് സാമ്പത്തികമായിട്ട് നമുക്കറിയാം, ഒരു ചികിത്സയുമായി പോകുമ്പോൾ അത് ഒത്തിരി സാമ്പത്തിക ബാധ്യത. പക്ഷേ നമ്മൾ ജില്ലാ ഹോസ്പിറ്റലാണെങ്കിൽ ആ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അത് അവർ ക്രമീകരിക്കേണ്ടതായിരുന്നു. പക്ഷെ അവർ ക്രമീകരിച്ചിട്ടില്ല. ഇപ്പോഴാണ് അവർ ക്രമീകരണമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് ഞങ്ങൾ UDF സമര പരിപാടികളൊക്കെ അവിടെ ഞങ്ങൾ നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. കാരണം കോവിഡ് ചികിത്സ അല്ലെങ്കിൽ ജില്ലാ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ സ്പെഷ്യൽ പിന്നെ ഇതിൻ്റെ ജനങ്ങൾക്ക് OP എങ്കിലും തുറക്കാനുള്ളൊരു സംവിധാനം ജില്ലാ ഹോസ്പിറ്റലിൽ ഒരു ഭാഗത്ത് നമ്മളവിടെ കോവിഡിൻ്റെ ചികിത്സ വേണ്ടത്. കോവിഡിൻ്റെ ചികിത്സ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റുള്ള സാധാരണക്കാർക്ക് ഇപ്പം ഒരു ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞാൽ എവിടെ പോവുക? ഇവിടുന്ന് ഏത് കേസും റെഫർ ചെയ്യുന്നത് ഇവിടെ വയനാട് വിംസിലാണ്. വയനാട് വിംസ് എത്ര ദൂരമുണ്ട് ഇവിടുന്ന്? ഭയങ്കര പ്രയാസം അനുഭവിക്കുകയാണ് പിന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട്. അല്ലെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ആരോഗ്യ മേഖല പ്രത്യേകിച്ചും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല എന്ന നിലയിൽ അത്തരത്തിലൊരു പരിഗണന ഗവൺമെൻറ് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പരിഗണന കൊടുത്ത് ആരോഗ്യ മേഖലയിൽ കൃത്യമായ ക്രമീകരണം നടത്തി ജനങ്ങളുടെ സാധാരണക്കാരായ ആളുകളുടെ ചികിത്സയ്ക്ക് അടക്കം സൗകര്യമൊരുക്കി വേണം മുന്നോട്ട് പോകും. പക്ഷേ അത്തരത്തിലതൊന്നും നടന്നില്ല. പിന്നെ ഇപ്പോഴത്തെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് നേരിട്ട് ഇടപെടുന്നതാണ്. അതിൽ ജില്ലാ പഞ്ചായത്തിന് അതിൽ വലിയ റോളൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വന്യമൃഗശല്യമാണ് വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും മേഡം തന്നെ പറഞ്ഞു. അതെ. പക്ഷേ ഇതിൽ ഈ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കുന്നതിൽ ജില്ലാ പഞ്ചായത്ത് പരാജയപ്പെട്ടു. മറ്റ് പഞ്ചായത്തുകളുടെ വിഹിതം വാങ്ങിയോ അങ്ങനെ ഒരു സമഗ്രമായ പദ്ധതി എല്ലാ സ്ഥാപനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു പദ്ധതി ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് ഈ പറയുന്ന ലെഫ്റ്റ് കക്ഷികളുടെ വിമർശനം. ഇല്ല, പിന്നെ ജില്ലാ പഞ്ചായത്ത് മതി ഇതിൽ പിന്നെ വന്യമൃഗശല്യം പരിഹരിക്കാൻ അതിൽ പിന്നെ ജില്ലാ പഞ്ചായത്ത് മാത്രം ശ്രമം നടത്തിയിട്ട് കാര്യമില്ല. ഇത് പ്രാദേശിക ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതും കൂടി ഇതിലുണ്ടെങ്കിൽ മാത്രമേ ഈ വന്യമൃഗശല്യം പൂർണ്ണമായിട്ടും നമുക്ക് ഒരു പരിധി വരെ, പൂർണ്ണമല്ല ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ. അതിന് പ്രത്യേക ഒരു പദ്ധതി തന്നെ അതിന് വേണ്ടതുണ്ട്. അത് ഏറ്റവും അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ്.
ഇപ്പം നമ്മൾ ഈ പറയുന്ന ഈ പലപ്പോഴും ഈ പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ ഭൂരിഭാഗവും ഗ്രാമപഞ്ചായത്തുകൾ തന്നെയാണ് വഴിയാണ് നടപ്പാക്കുന്നത്. അതിൽ ഒരു ഒരു PCCയുടെ ഒരു ഭാരവാക്കി എന്നുള്ളതിലപ്പുറത്തേക്ക് ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് ശരിക്കും? അതിലങ്ങനെ ഒരു വീഴ്ച സംഭവിക്കുന്നില്ലേ നമുക്ക്? കാരണം ഈ പറയുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻഗണന കൊടുക്കുന്നു എല്ലാവരും പറയുകയും, പക്ഷേ ആ വിഷയങ്ങൾ അങ്ങനെ അവസാനിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നിലനിന്ന് പോവുകയും ചെയ്യുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏകദേശം 40% ഫണ്ട് ത്രിതല പഞ്ചായത്ത് മുഴുവനാണ് ST ട്രൈബൽ ഏരിയകളിലേക്ക് ചിലവഴിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കോർഡിനേറ്റ് ചെയ്ത് പോയാലേ പറ്റുള്ളൂ. കാരണം ത്രിതല പഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ്റും ഒരേ ഇതിൽ നിന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പദ്ധതി നിർവഹണത്തിൽ, പ്രത്യേകിച്ചും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, നമുക്കറിയാം ട്രൈബൽ ഏരിയ എന്ന് പറയുമ്പോൾ കുറേ പേര് കുറച്ചുകൂടി ടൗൺ ഏരിയ അല്ലെങ്കിൽ കുറച്ചുകൂടി ഗ്രാമപ്രദേശം, പക്ഷേ കുറേ കുടുംബങ്ങൾ ഇപ്പോഴും വനത്തിനുള്ളിലുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്കുള്ള ബുദ്ധിമുട്ട് ചെറുതല്ല. ഒത്തിരി പ്രയാസങ്ങളുണ്ട് പല തരത്തിലും. നമുക്ക് ഒന്നാമത് ചില സ്ഥലത്ത് റോഡ് സൗകര്യത്തിൻ്റെ വിഷയമുണ്ട്. ചില സ്ഥലത്ത് ഇപ്പം ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ അത് റോഡ് വെട്ടാൻ ഫോറസ്റ്റ് സമ്മതിക്കാത്ത പ്രശ്നങ്ങളൊക്കെയുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. വൈദ്യുതി ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ ചുരുളി എന്ന് പറയുന്ന പ്രദേശം തൊണ്ടനാട് പഞ്ചായത്തിലെ ഒരു വലിയ പ്രദേശമാണ്. ആ പ്രദേശത്ത് ഞാൻ ഓർക്കുകയാണ്, ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അവർ എത്രയോ കാലമായിട്ട് വൈദ്യുതിക്ക് വേണ്ടിയിട്ട്, ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ കുറേ സാങ്കേതിക പ്രശ്നം പറഞ്ഞിട്ട് അവർക്ക് വൈദ്യുതി പോലും കിട്ടാത്തൊരു, ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അത് ഇടപെട്ടുകൊണ്ട് ആ പ്രദേശത്ത് ഫോറസ്റ്റുമായിട്ടൊക്കെ സംസാരിച്ച് അവർക്ക് വൈദ്യുതി അടക്കമുള്ള സംഭവം ഞാൻ ചെയ്തു കൊടുത്തത്. നാട്ടുപോരാട്ടത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.